ഒരു ചോദ്യം നിങ്ങൾ പ്രത്യേകിച്ചും പള്ളികളിൽ ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. അതിൻ്റെ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ചില പെൺകുട്ടികൾ വിവാഹിതരായതിനു ശേഷം 1-ാം വർഷം മുതൽ നമ്മൾ ചോദ്യം തുടങ്ങും, ഒന്നും ആയില്ലേ എന്ന്. 1-ാം വർഷം ചോദിച്ചാൽ അവർ അത്ര കാര്യമായിട്ട് എടുക്കില്ല. ചില യുവതികൾക്ക് അവർക്കൊരു കുഞ്ഞുണ്ടാകാനായിട്ട് കുറേയൊക്കെ കാത്തിരിക്കുക, അവർക്കൊരു പ്രയാസമാണ്. നമ്മളൊരു പക്ഷേ നമ്മുടെ സ്നേഹത്തിന്റെയും കരുതലിന്റെയും ഭാഗമായിട്ടായിരിക്കാം ചോദിക്കുന്നത്. പക്ഷെ ഈ ചോദ്യം സഹിക്കാൻ വയ്യാതെ പള്ളിയിൽ വരുന്നത് നിർത്തിയ ചില പെൺകുട്ടികളെ എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കുവാനായിട്ടുള്ളത്, പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ ഉണ്ടാകാനായിട്ട് താമസിക്കുന്നവരോട് നിങ്ങൾ അധികം ചോദിക്കണം. അവരെ വിഷമിപ്പിക്കരുത്. അങ്ങനെ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ രഹസ്യമായി പ്രാർത്ഥിച്ചാൽ മതിയാണ്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ, ഇത് പറയാനായിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യം, ചില പെൺകുട്ടികളെങ്കിലും പള്ളിയിൽ വരുന്നത് അതുകൊണ്ട് നിർത്തി എന്നുള്ളതാണ്. അവരുടെ ഇടവകയിൽ ഇനിയും പോകുന്നില്ല, അവരെ പരിചയമുള്ള ഇടങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. കാരണം ഈ ചോദ്യം അഭിമുഖീകരിക്കാൻ അവർക്ക് വയ്യ. നിങ്ങളുടെ ശ്രദ്ധയെ ഞാനൊന്ന് കൊണ്ടുവന്നു എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട്. നാം ഒരുപക്ഷെ നമ്മുടെ സ്നേഹത്തിന് കരുതൽ ഒക്കെ ഉള്ളതുകൊണ്ടാകാം ആ ചോദ്യം ചോദിക്കുന്നത്. പക്ഷെ ആ ചോദ്യം കേൾക്കുന്ന ആളിനെ അത് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് തീർച്ചയായിട്ടും ഒരു ബോധ്യം ഉണ്ടാകണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ.